സ്റ്റേറ്റിലെ 18 ടീമുകളെ തോപ്പിച്ച് ഞങ്ങൾക്ക് എ ഗ്രേഡ് വാങ്ങിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണിത്. 20 പേരടങ്ങുന്ന ഒരു ടീമാണ്. എല്ലാവർക്കും നമസ്കാരം. എനിക്കും എൻ്റെ നാടിനും അഭിമാനമായി മാറിയ കുരുന്നുകളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ബാൻഡിൽ എ ഗ്രേഡ് നേടി വിജയം കരസ്ഥമാക്കിയ കുരുന്നുകൾ. വളരെ നമസ്കാരം. നമസ്കാരം. അപ്പം ഇത് എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? എത്ര ദിവസത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സ്കൂൾ ബാൻഡ് ഇറങ്ങുന്നത്. മീൻസ് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ബാൻഡ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പഴയ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ ഈ മാനേജ്മെൻറ്റ് പ്രകാരം ഞങ്ങൾക്ക് പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വന്നു. അങ്ങനെ വന്ന് ഒരു വർഷത്തോളമായിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞായറും ശനി അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ വരും, വൈകിട്ട് രാത്രി വരെ പ്രാക്ടീസ് ആയിരിക്കും. സാറുമാരുള്ള സമയത്താണെങ്കിൽ ഇച്ചിരി കൂടുതൽ എടുക്കാൻ തോന്നും. പിന്നെ ഞങ്ങൾക്ക് മാനേജ്മെൻറ്റ് വകയായിട്ടാണ് ഇൻസ്ട്രുമെൻറ്റ്സ്, യൂണിഫോം അങ്ങനെയൊക്കെ തന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ എസ്കോർട്ടിംഗ് ടീച്ചറായിട്ട് 4 പേരാണുള്ളത്. സിസ്റ്റർ ബ്രിഡ്ജി സിസ്റ്റർ, കാർത്തിക മിസ്, ജിതേഷ് സാറും ജെഫ്രിൻ സാറും, ഞങ്ങൾക്ക് 4 പേരാണ് ഉള്ളത്. പിന്നെ അല്ലാതെ ഞങ്ങൾ വെളിയിൽ നിന്നാണ്, ഞങ്ങളുടെ കേരളത്തെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന സാറുമാരാണ് ഞങ്ങൾക്ക് ബാൻഡ് പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്ന ഈ വർഷം. അപ്പോൾ അതിൽ 3 സാറുമാരാണുള്ളത്. നിതിൻ സാറും ഗോപി സാറും അരുൺ സാറും 3 പേരാണ് പഠിപ്പിക്കുന്നത്. അപ്പം അവരുടെ തന്നെ കുറേ 3-5 ടീമും ഉണ്ടായിരുന്നു സ്റ്റേറ്റിൽ. വളരെ സന്തോഷം. ഈ ആദ്യത്തെ വർഷം തന്നെ സ്റ്റേറ്റ് പോകാനും എ ഗ്രേഡ് വാങ്ങാനൊക്കെ താങ്ക്സ് പറയുന്നത്. ഈ ഉപജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് സംസ്ഥാനം നേടണം എന്നുള്ളത്? സബ് ജില്ല കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻസ് ഭയങ്കര വീക്കായിരുന്നു. സബ് ജില്ലയുടെ സാധനമല്ല ഞങ്ങൾ ഡിസ്ട്രിക്ട് ചെയ്തത്. ഡിസ്ട്രിക്ട് വേറൊരു സാധനമാണെങ്കിൽ സ്റ്റേറ്റ് ഞങ്ങൾക്ക് വേറൊരു സാധനം, അങ്ങനെ മാറ്റി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിവിടെ വെച്ച് കണ്ട് ഏകദേശം 25 മിനിറ്റോളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഇത്രയും തന്നെ പെർഫോം ചെയ്തിരുന്നു? അവിടെ ഇതിനെക്കാട്ടിലും പെർഫോം ചെയ്തിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ല ടയർഡ് എടുത്ത് നമുക്ക് ക്ഷീണിക്കും അല്ലേ? ഈ യൂണിഫോം ഒക്കെ ഇടുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പിടിച്ച് കഴിയുമ്പം ഒന്നാമത് അവിടെ തന്നെ രാവിലെ ഇട്ട യൂണിഫോമാണ്, രാത്രിയാണ് മാറ്റിയത്. പിന്നെ ഒരു ദിവസം റെസ്റ്റ് കിട്ടി, പിന്നെ ഇന്ന് പിന്നെയും ഇത് തന്നെ ഇട്ടു. അപ്പോൾ അതിൻ്റെതായ ക്ഷീണങ്ങൾ ഒരു വർഷം ചെയ്തതിൻ്റെ. അല്ല, അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ രാത്രിയിലൊക്കെ ഇവിടെ ഒന്ന് തീർത്ത് പ്രാക്ടീസ് ആയിരുന്നു എന്നൊക്കെ. ഇവിടെ രാത്രി എന്ന് പറയുമ്പോൾ രാവിലെ ഞങ്ങളൊരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് തീരും. പ്രയർ കഴിഞ്ഞ് തീർത്ത് സാധനമൊക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ട് വീട്ടിൽ വരും. പിന്നെ രാവിലെ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ചെയ്യാനാണ്. ഒരു ദിവസം ഒരു 11-12 പ്രാവശ്യം ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നു. പഠിത്തവും ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പം പഠിക്കുകയും കൂടെ വേണം. അപ്പം നമുക്ക് ഓരോരുത്തരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഇനി അറ്റം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോളെ പേര് പറയാം. നദ. എത്ര സ്റ്റാൻഡേർഡ്? 8. ശ്രേയ സ്റ്റാൻഡേർഡ് 8. എല്ലാവരും 9th 8th. അലീന. ശ്രുതി. ആൻമരിയ. ദിയ. നീത. ഫാദിയ. ആൻസി. ജനീറ്റ. ജോവിത. അക്സ. പാർവതി വിജയൻ. സ്റ്റഫൈൻ. സനുജ. ഡോണ. ബെലീറ്റ. ആൻമേരി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ പത്തനാപുരം മൗണ്ട് താബോർ സ്കൂളിൽ ഈ പറഞ്ഞ ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. കുട്ടികൾ ശരിക്കും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു 25 മിനിറ്റിൽ കൂടുതൽ എടുത്തു. അവരുടെ ഇവിടെ ഒരു പ്രോഗ്രാം അവർ കാഴ്ചവെച്ചു. അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അതേ സാധനം നമ്മൾ ഇവിടെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അവരുടെ എഫേർട്ട്, അവരുടെ കഷ്ടപ്പാട്, അതിന് എന്തായാലും അവർ എ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. കുട്ടികൾക്ക് ഒരുപാട് ആശംസകൾ നമ്മൾ ഈ സമയത്ത് അറിയിക്കുകയാണ്.